സുഹൃത്തെന്നതിലുള്ള ചോദ്യമാണ്. അതായത് ഇപ്പൊ റീസെന്റ് നീന്തേട്ടൻ ഔദ്യോഗികമായിട്ട് ഒഫീഷ്യലായിട്ട് ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്ന് പറഞ്ഞാൽ അതിന് പിന്നിലെന്ന് പറഞ്ഞാല് ആ സ്ത്രീയെ, ആ ഫേക്ക് കേസ് കൊടുത്ത സ്ത്രീക്കെതിരെ യാതൊരു ന്യൂസ് വരുന്നില്ല, അതിനെ കുറിച്ച് യാതൊരു ചർച്ചകളും നടക്കുന്നില്ല. അപ്പൊ എന്തുകൊണ്ടാണ് ഇത് എന്നുള്ളതാണ് എനിക്കറിയാം. അല്ല ഞാൻ ചോദിക്കാന്ന് പറഞ്ഞാൽ ഇത് അതെന്തുകൊണ്ടായിരിക്കും നിനക്കെന്താ തോന്നുന്നത്? അതിനെ കുറിച്ച് യാതൊരു വ്യക്തമല്ല. കാരണം നീന്തേട്ടൻ എന്റെ കേസ് വന്നപ്പോ ന്യൂസ് വാല് ഭയങ്കര ഹൈ ആയിരുന്നു, നാഷണൽ ലെവലില്. അല്ല, അതൊക്കെ നിങ്ങളൊരു ചർച്ചയാക്കിക്കൂടെ? അത് നിങ്ങളൊക്കെ മീഡിയയിൽ നിൽക്കുമ്പോൾ നിങ്ങളൊരു ചർച്ചയാക്കി കഴിഞ്ഞാൽ ഇതൊക്കെ നിങ്ങൾ പ്രതികരിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ പിന്നെയും അവർക്കെതിരെയൊക്കെ വരും അല്ലേ? ഞാൻ ചോദിക്കുന്ന വെച്ചാ നിഞ്ചേട്ടൻ അവർക്കെതിരെ കേസ് കൊടുത്തു. ആ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനെ ഇപ്പൊ ഒഫീഷ്യലായിട്ട് പ്രതിപട്ടികയെന്ന് ഒഴിവാക്കിയതിന് ശേഷം ആ സ്ത്രീയെ പറ്റി യാതൊരു ന്യൂസ് വാല്യൂ ഇപ്പൊ ചർച്ചയിൽ വരുന്നില്ല. അതിപ്പോ എന്തായാലും അത് എന്റെ ഇപ്പൊ നിവിന്റെ ഇതായത് തന്നെ കുറച്ച് സമയം എടുത്തല്ലോ, ഗ്യാപ്പ് വന്നല്ലോ. ഞാൻ ശേഷം ഇപ്പം ക്ലീൻ ചിറ്റ് കൊടുത്തത് കുറച്ച് കഴിഞ്ഞിട്ടല്ലേ. എനിക്ക് തോന്നുന്നു അവർക്കെതിരെ തീർച്ചയായിട്ടും ഒരു കൗണ്ടർ ചെയ്തിട്ടുണ്ടാവുമല്ലോ. അപ്പോ എനിക്ക് അതിനെപ്പറ്റി അറിയില്ല. ഒന്ന് സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു സംഭവം, ഒരു ഫേക്ക് ആയിട്ടുള്ള എലിഗേഷൻ പറയുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും കൗണ്ടർ അല്ലെങ്കിൽ അവർക്കെതിരെ കേസ് കൊടുക്കേണ്ടതാണ്. അത് പുള്ളി അത് കൊടുത്തിട്ടുണ്ടോ അല്ലെങ്കിൽ എന്താണ് അതിന്റെ സ്റ്റേറ്റസ് എന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു. എനിക്കറിയില്ല. ഞാൻ ഈ വിഷയത്തിനെ കുറിച്ച് ഈ സമയത്ത് ഞാൻ സംസാരിച്ചിട്ടില്ല. ഞങ്ങൾ ഈ സംഭവം ഉണ്ടായപ്പോൾ ഞാൻ പുള്ളിയുടെ അടുത്ത് ഞങ്ങൾ സംസാരിച്ചു. അല്ല, അത് പുള്ളിയുടെ അടുത്ത് ചോദിക്കണം. പുള്ളി നിങ്ങൾ അടുത്ത ഏതെങ്കിലും ഒരു പ്രസിഡന്റ് വരുമ്പോൾ നിങ്ങൾ ഡയറക്റ്റ് പുള്ളിയുടെ അടുത്ത് തന്നെ ചോദിക്കുന്നതായിരിക്കും. എനിക്ക് അതിനെ കുറിച്ച് അറിയില്ല.